ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷ രേവതിയോട് ചോദിക്കുകയാണ്, രേവതിയേച്ചി ഇപ്പം രേവതിയേച്ചിയുടെ മനസ്സിൽ നല്ലൊരു കൂളിംഗ് അല്ലേ, ഒരു സമാധാനമൊക്കെ തോന്നുന്നില്ലേ? എനിക്ക് മനസ്സിലായി രേവതിയേച്ചി. കാരണം ആ വീഡിയോയിൽ രേവതിയേച്ചി എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് രേവതിയേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം രേവതിയാണെങ്കിൽ ശരിയാ വർഷ പറഞ്ഞത് മുഴുവനും ശരി തന്നെയാണ്. സച്ചിയേട്ടനെ എല്ലാവരും കുടിയൻ കുടിയെന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കിയില്ലേ, ആ സമയത്തൊക്കെ വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു എന്നും പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനാണ്. അപ്പോൾ ശരത്തിൻ്റെ ഏതൊരു കൂട്ടുകാരനും കൂടി നമ്മുടെ ആന്റണിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാറേ, എനിക്ക് ആന്റണി ചേട്ടനൊന്ന് കാണാം. പറ്റില്ല, ആന്റണി ഇപ്പം ലോക്കപ്പിലാണ് സാർ. ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കോളാം സാർ, ദയവ് ചെയ്ത് ഒന്ന് കാണിക്കണം. ശരി, അധികം നേരം സംസാരിക്കാനായിട്ട് പാടില്ല, കുറച്ച് നേരം സംസാരിച്ചിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാം, അല്ലെങ്കിൽ SI സാർ വരും, നല്ല പണിഷ്മെൻറ്റ് തരുകയും ചെയ്യും. ഇല്ല സാർ, ഞങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് നേരെ ആന്റണിയെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ ആന്റണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആന്റണി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ഇവനോട് എന്തെങ്കിലും കള്ളത്തര പറയണമല്ലോ. എടാ ശരത്തെ, ദേ നീ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. ദേ വീഡിയോ എടുത്തത് ഞാൻ തന്നെയാണ്. ഞാൻ വിചാരിച്ചത് സച്ചി അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ആ വീഡിയോ പോസ്റ്റാക്കിയൊന്നും ഞാനൊന്നല്ല. എനിക്കതിൻ്റെ കാര്യമുണ്ടോ? ദേ ശരത്തെ, നീ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. അപ്പം നിനക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യില്ലെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അതുകൊണ്ട് ഞാനല്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. എൻ്റെ കൂടെ നിച്ചവനില്ലേ, അവൻ തന്നെയാണ്. അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, വേണ്ട പോസ്റ്റ് ചെയ്തതെന്ന്. ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ കാരണം നിനക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. കാരണം രേവതി എപ്പോഴും പറയുമല്ലോ, എന്നെക്കുറിച്ച് കുറ്റമൊക്കെ പറയുമല്ലോ. അപ്പം അതുകൊണ്ട് നിൻ്റെ ചേച്ചിക്ക് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇപ്പോൾ എല്ലാം എൻ്റെ തലയിലായി. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശരത്തിനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആൻ്റണി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻ്റണിയേട്ടാ, എനിക്കറിയാം ആൻ്റണിയേട്ടാ, ആൻ്റണിയേട്ടൻ എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്? ആൻ്റണിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഞാൻ ആൻ്റണിയേട്ടനെ പുറത്തിറക്കും, ഉടനെ തന്നെ ജാമ്യത്തിൽ ഇറക്കുക തന്നെ ചെയ്യും. ഏതായാലും ശരത്തെ, നീ ഒരു കാര്യത്തിൽ സന്തോഷിക്കാം. ദേ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവരൊരു വീഡിയോ ഇട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ആ വീഡിയോ ആണ് മറ്റേ വീഡിയോനേക്കാളും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിന്റെ ചേച്ചി ഹാപ്പിയല്ലേ? നിന്റെ ചേച്ചിക്ക് സമാധാനമായില്ലേ? നീയും ഹാപ്പിയല്ലേ? നിന്റെ ചേച്ചിക്ക് ഇപ്പോൾ സങ്കടമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ വിടുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതെല്ലാം വിട്ടു. അപ്പോൾ നമ്മുടെ ആൻ്റണി ആണെങ്കിൽ മറ്റേ ആ കൂട്ടുകാരോട് പറയുകയാണ്, ദേ ശരത്തെ, ഇനി ഈ ശരത്ത് വേണം കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ ശരത്ത് പറയുന്നത് മുഴുവനും അനുസരിച്ചോളാം. പറഞ്ഞ മനസ്സിലായോ? ആൻ്റണി ചേട്ടാ, എനിക്കത് മനസ്സിലായി ആൻ്റണി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൻ്റണി ആണെങ്കിൽ ഉരുണ്ടിങ്ങനെ കളിക്കുക, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ഇങ്ങനെ വിശ്വസിപ്പിക്കണമല്ലോ, അതിനൊക്കെ വേണ്ടി തന്നെ. ഇനി ശരത്ത് അവിടെ വിട്ട് പോയാലോ, ശരത്ത് പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാകും ആൻ്റണിക്ക് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടി ഒരു കാറൊക്കെ മേടിച്ചിട്ട് ആ കാറിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയാണ് ശ്രുതി. എന്ത് രസമാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്, നല്ല സ്മൂത്താണ് ശ്രുതി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതി, ഇപ്പോൾ ഈ കാറ് മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഉണ്ട്, കാര്യം ഉണ്ടായിരുന്നു ശ്രുതി. എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ അടുത്ത് തന്നെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവല്ലേ? ആ ബിസിനസ് തുടങ്ങാൻ നേരത്ത് നമുക്ക് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉണ്ടാവുമെന്നേ. അപ്പോൾ കാറിൽ പോയി ഇറങ്ങിയില്ലെങ്കിൽ നമുക്കൊരു വിലയും ഉണ്ടാവില്ല. ഈ ഓട്ടോറിക്ഷയിലും ബസ്സിൽ പോകുന്നേക്കാൾ നല്ലതല്ലേ കാറിൽ പോയി ഇറങ്ങുന്നത്? എന്നാലേ ആൾക്കാർ നമുക്ക് വില തരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാറ് മേടിച്ചത്. ഏതായാലും അമ്മയെ വിളിച്ചു പറയണം ഒരു ആരതി എടുക്കാനായിട്ട്, പുറത്തിറങ്ങി നിൽക്കാനായിട്ട് പറയണം. ആ സച്ചിയും രേവതിയൊക്കെ വണ്ടിയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്തായിരുന്നു ഗമ? രേവതി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തു, സച്ചി രേവതിക്ക് സ്കൂട്ടർ മേടിച്ചു കൊടുത്തു. അവരൊക്കെ ഒരു ഗമയും ചാടയൊക്കെ കാണുമായിരുന്നു. എല്ലാം ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാറ് കണ്ട് അവരങ്ങനെ കുശുമ്പ് മൂക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി നേരെ ചന്ദ്രയെ വിളിക്കുകയാണ്. അമ്മേ, അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നേ, ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. എടാ മണ്ട, നീ പുറത്ത് നിന്നുകൊണ്ട് എന്തിനാടാ എന്നെ ഫോൺ വിളിക്കുന്നത്? നിനക്ക് അകത്തോട്ട് വന്നൂടെ? അതല്ലമ്മേ, ഒരു ആരതി എടുത്തോണ്ട് വരണോ അമ്മേ? ആരതി എടുത്തോണ്ട് വരാനോ? എന്തിനിപ്പോൾ ആരതി എടുത്തോണ്ട് വരുന്നത്? അമ്മേ, ഞാനൊരു കാറ് മേടിച്ചമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഞെട്ടിപ്പോയി. മോനെ, നീ പറഞ്ഞ സത്യമാണോ? നീ കാർ മേടിച്ചോ? അതേന്നേ, ഞാൻ കാറ് മേടിച്ചു. അമ്മ എത്രയും പെട്ടെന്ന് ഒരാരതി എടുത്തോണ്ട് പുറത്തേക്ക് വാ അമ്മേ. ശരി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അതേ രവിയേട്ടാ, ദേ നിങ്ങളൊക്കെ അറിഞ്ഞോ? ദേ സുധിയില്ലേ,
പുതിയ കാറ് മേടിച്ചു വന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. കാറ് മേടിച്ചു വന്നോ? ആ, കാറ് മേടിച്ചു. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ, അല്ല വീട്ടിലിരിക്കുന്ന അവൻ എന്തിനാണ് ഇപ്പോൾ ഒരു കാറ്? എൻ്റെ ആവശ്യമുണ്ടോ? എടാ നീ മിണ്ടാതിരിക്കടാ. അവനെ നിന്നെ പോലെയൊന്നുമല്ല, അവൻ കാറ് മേടിച്ചു. അവൻ സെക്കൻഡ് ഹാൻഡ് കാറൊന്നുമല്ല, പുത്തൻ കാറാണ് അവൻ മേടിച്ചത്, മനസ്സിലായോ? ആ അച്ഛാ, ഇതെവിടം വരെയും പോവച്ചാ? ആ പൈസ മുഴുവൻ തീർക്കാനുള്ള പരിപാടിയായിരിക്കോ? ദേ, അവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. അവൻ ആ പൈസ അങ്ങോട്ട് മുഴുവൻ തീർക്കുകയൊന്നുമില്ല. എൻ്റെ മോനെ ബുദ്ധിമാനാണ്, ബുദ്ധിമാൻ. ബുദ്ധിമാനാണോ? അതാണോ നമുക്കറിയാം. ദേ, എത്രയും പെട്ടെന്ന് വാ, ഞാൻ ആരതി എടുത്തുകൊണ്ട് വരാം, അവർ പുറത്തുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആരതി എടുത്തുകൊണ്ട് എല്ലാവരും ഈ ചന്ദ്രയുടെ പിന്നാലെ ചെല്ലുക. പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആരുമില്ല. ഗേറ്റൊക്കെ തുറന്ന് മലത്തി ഇട്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഇവിടെ എങ്ങും ആരുമില്ലല്ലോ, ഇതെവിടെ പോയി? അമ്മേ, ഇതെന്താ അമ്മേ, സുധിയേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, എവിടെ പോയി? അമ്മയെ പറ്റിച്ചതായിരിക്കും. അവന് കാറുമില്ല, ഒന്നുമില്ല. അവൻ കാറ് മേടിച്ചത് സ്വപ്നം കണ്ടതായിരിക്കും ചന്ദ്രൻ എന്ന് രവിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് നിർന്ന് ഇങ്ങനെ പറയുക. ചന്ദ്രയാണെങ്കിൽ ഇവൻ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. കാറായിട്ട് ദേ പാഞ്ഞ് വരികയാണ് നമ്മുടെ സുധി. അപ്പോൾ സുധിയുടെ ആ കാറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ആഹാ, അടിപൊളി. അങ്ങനെ കാറിൽ നിന്ന് ഇവരിങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുകയാണ്, മോനെ ഇത് പുത്തൻ കാറാണോ എന്ന്. അച്ഛാ അത് പിന്നെ. അപ്പം സച്ചി, കാഴ്ചയിൽ ഇത് പുതിയ കാറാണ്, പക്ഷേ അല്ല, ഇത് സെക്കൻഡ് ഹാൻഡ് കാറാണ്. അച്ഛാ ശരിയാ, സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ തന്നെയാ, പക്ഷേ ഇതേ അധികം പഴക്കമില്ലാത്ത കാറാ അച്ഛാ. പിന്നെ ഒത്തിരി ഓടിയിട്ടൊന്നുമില്ല, അതുകൊണ്ടാ ഞാൻ ഈ കാറ് മേടിച്ചത്. അല്ലടാ മോനെ, എത്രയായി ഈ കാറിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛാ 5 ലക്ഷം ആയി. 1 ലക്ഷം രൂപയാണ് ഞങ്ങൾ കൊടുത്തുള്ളൂ, ബാക്കി ലോണാണ് അച്ഛാ. ഇത് കേട്ടിച്ചാ സച്ചി ആ ഞെട്ടിപ്പോവുകയാണ്. എന്താ 5 ലക്ഷോ? സച്ചി നേരെ കാറിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ആ കാറും തൊടുകയും ടയറിലേക്ക് ഒന്ന് തട്ടി നോക്കുകയൊക്കെ ചെയ്യാണ്. എടാ എന്താണ് കാണിക്കുന്നത്? നീ എന്തിനാടാ എൻ്റെ കാറിൻ്റെ ടയറിലിട്ട് ഇങ്ങനെ തട്ടിയത്? എടാ എൻ്റെ കാറിൻ്റെ ടയർ അങ്ങനെ പൊട്ടിപ്പോയാലുണ്ടല്ലോ, അയ്യോ ഈ ചില്ലൊക്കെ മുഴുവനും പൊടിയാക്കി ഇവൻ. അപ്പോഴേക്കും രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം രേവതിയാണെങ്കിൽ സച്ചിയേട്ട എന്താ സച്ചിയേട്ട കാണിക്കുന്നത്? ഇങ്ങോട്ട് വന്നിട്ട് സച്ചിയേട്ട എന്തിനാണ് ആ കാറിൽ പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രുതിയാണെങ്കിൽ നീ എന്തിനാണ് ഞങ്ങളുടെ കാറിൽ പിടിക്കുന്നത്? ഞങ്ങളുടെ കാറിൽ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ അവിടെ ശ്രുതിയും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അതെ ഇവനെ ഈ കാറിന് 5 ലക്ഷം രൂപയെന്ന് പറഞ്ഞ് പറ്റിച്ചതാ. എടാ ശ്രുതി, നിന്നെ പറ്റിച്ചതാടാ. ഈ കാറിന് 5 ലക്ഷം ഒന്നുമില്ല, 2 ലക്ഷം, കൂടി വന്നാൽ 3 ലക്ഷം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി കണ്ടാലേ എനിക്ക് മനസ്സിലാവും. ദേ അപ്പോഴേക്കും രേവതിയാണെങ്കിൽ, അയ്യോ നിങ്ങൾക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടനെ കൂടെ ഒന്ന് വിളിക്കാറുന്നില്ലേ? സച്ചിയേട്ടന് കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒരു കളിയാക്കിയ രീതിയിൽ, അല്ല സച്ചി എന്താ മെക്കാനിക്കാണോ കാറിനെ കുറിച്ചൊക്കെ അറിയാൻ? ഓ സച്ചിയേട്ടൻ മെക്കാനിക്കൊന്നുമല്ല ശ്രുതി, പക്ഷേ സച്ചിയേട്ടന് കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത് സച്ചിയേട്ടനെയും കൂട്ടി പോകാമായിരുന്നില്ലേന്ന്. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ കാറിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഞാനേ ഓടിച്ചു നോക്കിയിട്ട് തന്നെ മേടിച്ച്. എടാ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാൽ മതിയാവും ആ കാറ് നല്ലതാണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമടാ. നീ ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇങ്ങോട്ട് മാറിയതുണ്ടേ എൻ്റെ കാറിൽ വെറുതെ പൊടി ഇതൊക്കെ ആക്കി എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നാലും നിന്നെ പറ്റിച്ചല്ലോടാ. ഇവനാണ് ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നത്, നീ ബിസിനസ് ചെയ്യാൻ നേരത്ത് നിന്നെ പറ്റിച്ച് നാരണക്കല്ല് എടുപ്പിക്കുമല്ലോ. ഇപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ, രവിയേട്ടാ ഇവനോടൊന്നും മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞിട്ടേ, ഇവർക്ക് രണ്ടുപേർക്കേ ബിസിനസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാം. ശ്രുതിയും ഒക്കെ നല്ല ബുദ്ധിയുള്ള പിള്ളേരാ, അതുകൊണ്ട് അവരെ പറ്റിക്കാനായിട്ടൊന്നും ആർക്കും പറ്റില്ല, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ, ശരി എടാ എനിക്ക് കാറൊക്കെ മേടിക്കാൻ പോയപ്പോൾ സച്ചിയും കൂടെ ഒന്ന് കൂട്ടായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരി നീ ഇപ്പോൾ വന്നതൊക്കെ വരട്ടെ. എടാ ശ്രുതി, നിനക്കൊരു പുതിയ കാറ് മേടിക്കാമായിരുന്നില്ലേ? പുതിയ കാറ് ഉടനെ മേടിക്കും അമ്മേ. കാരണം ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് കഴിയാൻ നേരത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ വെച്ചിട്ട് നമ്മളൊരു പുതിയ കാർ തന്നെ മേടിക്കും. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ, പക്ഷേ നമുക്കൊരു പുതിയ കാറ് മേടിക്കണ്ടേ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാലോ? സെക്കൻഡ് ഹാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീകാന്തേ,
സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കാറിന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരും, എപ്പോഴും നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പുതിയ കാർ മേടിച്ചാൽ മതി, പുതിയ കാറായിരിക്കും ഏറ്റവും നല്ലത്. ശരി, ഉടനെ തന്നെ നമുക്ക് കാർ മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെയും മനസ്സങ്ങോട്ട് ഇളക്കിയാണ്. അമ്മേ, അതെ ആരതി ഒഴിയമ്മേ. അങ്ങനെ ശ്രുതിയെയും വെച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആരതി ഒഴിക്കുകയാണ്. ആരതിയുടെ പാത്രം രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പുറകെ കൊണ്ടേ കളയാനും പറയുകയാണ്. രേവതി കൊണ്ടേ കളയുകയും ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അതെ വർഷ ഇങ്ങോട്ട് വന്നേ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി സെൽഫി എടുക്കാനായിട്ട് ചെല്ലുകയാണ്. രേവതിയും വിളിക്കുകയാണ്, ചന്ദ്രയും ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ കാറെല്ലാം തുടച്ചങ്ങോട്ട് വൃത്തിയാക്കിയാണ് ഇവൻ ചുമ്മാ പൊടിയാക്കാൻ വേണ്ടി. അങ്ങനെ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇവനോട്ടൊരു പണി കൊടുത്താലോ, ഇങ്ങനെ വെറുതെ വിട്ട ശീലം വരട്ടെ. അങ്ങനെ നേരെ ശ്രുതി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും ഇവനെ പിടിച്ചങ്ങോട്ട് പോക്കുകയാണ്. എന്താണ് കാര്യം? അതേ, നീ പുതിയ കാറൊക്കെ മേടിച്ചല്ലേ, അപ്പോ ചെലവ് ചെയ്യണേ. ചെലവോ? എന്ത് ചെലവ്? ചെലവ് ചെയ്യണം. കാറൊക്കെ മേടിച്ച് വലിയ ആളാവാനായിട്ട് ശ്രമിച്ചല്ലേ, അപ്പൊ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യണ്ടേടാ. അപ്പൊ ശ്രീകാന്താണേല് അതേട്ടാ, ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. അതെ, ഞങ്ങൾക്ക് ഓരോ കുപ്പി ബിയർ മേടിച്ച് തരണം. എന്നിട്ട് നമുക്ക് ടെറസിന്റെ മേളിൽ പോയി കൂടാന്നേ. എന്താ, ബിയർ മാത്രമല്ല കേട്ടോ, ടച്ചിങ്സും വേണം എന്ന് പറയട്ടെ. ഞാൻപ്പോഴേക്കും വേണ്ട, അതൊക്കെ വേണം. ഇല്ലെങ്കിലേ വിടുന്ന പ്രശ്നമില്ല. ശരി, എന്നെ വിട്, ഞാൻ മേടിച്ച് തരാവേ. എൻ്റെ ദൈവമേ, ഇതെന്തൊരു തൊല്ലയാണ്, ചെവിയും പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് നേരെ പോവാ. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും 3 കുപ്പി ബിയർ മേടിച്ചുകൊണ്ട് ഈ ശ്രുതിയാണെങ്കിൽ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേ, ഞാനേ ഒരു ടെൻഷനാണ് ഇങ്ങോട്ട് കയറി വന്നത്, ആകെ പ്രശ്നം ആയാനായിരുന്നു. അല്ല എടാ ശ്രീകാന്തേ, നീ അനുവാദം ചോദിച്ചായിരുന്നോ? ഞാൻ അനുവാദം ചോദിച്ചു. എന്നോട് ഒരു കുപ്പിയൊക്കെ കുടിച്ചു കൊള്ളാനായിട്ട് വർഷ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരു കുപ്പി കുടിക്കാനാണ് പറഞ്ഞത്. നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവൻ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ, എത്ര കുപ്പി കുടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, അവൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇത് കേട്ട് നമ്മുടെ സച്ചിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ശ്രീകാന്തിൻ്റെ കയ്യിൽ ഒരു കുപ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഏട്ടാ വായേട്ടാ സച്ചിയേട്ടാ. വേണ്ടടാ, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കുന്നില്ല. അതെന്താ കുടിക്കാത്തത്? വാ സച്ചിയേട്ടാ, ഒരു ബീർ കുടിക്ക്. വേണ്ടടാ, എനിക്ക് ബീർ കുടിച്ചാൽ ശരിയാവില്ല, വേണ്ട, ഞാൻ ഏതായാലും ഇന്ന് കുടിക്കുന്നില്ല. അപ്പോൾ നിനക്കെന്താ ഒരു കുപ്പി മേടിച്ചുകൊണ്ടാണ്? എടാ, ഒരു കുപ്പി മേടിക്കാനുള്ള അനുവാദമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരു കുപ്പി മേടിച്ചത്. അതൊന്നല്ല, എനിക്ക് വേണ്ടെന്നേ. വേണ്ടെങ്കിൽ നിനക്ക് നേരത്തെ പറയാറുന്നില്ലടാ, ചുമ്മാ എൻ്റെ പൈസ കളയാനായിട്ട്. എൻ്റെ പൈസ കളയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വാ, ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ആ കുപ്പി എടുത്ത് പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ദൈവമേ, പൊട്ടിക്കുന്നത് എടുത്തില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ പൊട്ടിക്കും? ഇങ്ങോട്ട് തന്നെ, ഞാൻ പൊട്ടിക്കാം. അപ്പോൾ സച്ചിയാണെങ്കിൽ പല്ല് വെച്ചിട്ട് ആ ഒരു മൂടി കടിച്ചങ്ങോട്ട് തുറക്കുകയാണ്. കണ്ടോ, പിടിക്കടാ. അപ്പോൾ ശ്രുതിക്കത് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഇതിനെന്നെ കുടിക്കണേ, ഇവൻ്റെ പല്ലൊക്കെ അതിൽ കൊണ്ടുവരണ്ടാവൂല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ശ്രീകാന്തും ആ ഒരു കുപ്പി ഇങ്ങനെ മോന്തി കുടിക്കുക. കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടാ, ടച്ചിങ്സ് ഒന്നും മേടിച്ചില്ല ഏട്ടാ. എടാ പോഴവിടുന്ന്, ഇതൊക്കെ തന്നെ ഒരുപാട് ചിലവായിരിക്കുക, അതിൻ്റെ ഇടക്ക് ഒരു ടച്ചിങ്സും ഇല്ല, നീ അത് കുടിച്ചണ്ടേ? ഇങ്ങനെ ഒരു പിശിക്കൻ. അല്ല ഏട്ടാ, ഏട്ടൻ എന്ത് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്? അല്ല, പൈസ അവളെൻ്റെ കയ്യിലേക്ക് തന്നല്ലേ ഉള്ളൂ, അപ്പം പിന്നെ ബിസിനസ്സിൻ്റെ കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലേ? അവൾ തന്നെന്നോ? അല്ല, അച്ഛൻ വക അഴിച്ചിട്ട് ഇളയച്ചനാണ് പൈസ തന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവൾ തന്നായോ? അല്ല, ഞാൻ പറഞ്ഞത് അവളുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അവൾ തന്നെന്ന് ഞാൻ പറഞ്ഞത്. ശരി. അല്ല, എന്ത് ബിസിനസ്സാ? ആ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കണം. എങ്കിലേ നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയല്ല. എടാ, ഹോട്ടൽ തുടങ്ങിയിട്ട് നിനക്ക് അവിടെ ഷെഫായിട്ട് നിൽക്കാനല്ലേടാ ശ്രീകാന്തേ എന്ന് ശ്രുതി ചോദിക്കുക. ഒന്നും മിണ്ടാതിരിക്കേട്ടാ, അതൊന്നും ശരിയാവില്ലടാ. എങ്കിൽ പിന്നെ ഒരു ടെക്സ്റ്റൈൽസോ? എടാ, ഇപ്പം ആരെങ്കിലും കടയിൽ നിന്ന് തുണി മേടിക്കോ? എല്ലാം ഓൺലൈനിലല്ലേ, അപ്പം അത് മേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഏട്ടനെ കൊണ്ട്. എങ്കിൽ പിന്നെ വല്ല മലഞ്ചരക്ക് തുടങ്ങിയാലോ? ഒന്ന് പോടാ, എനിക്ക് 7 ഡിഗ്രി ഉണ്ട്, ഞാൻ മലഞ്ചരക്ക് കച്ചവടം തുടങ്ങാനായിട്ട് പോകുന്നു. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാലോ? റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലേ ഇത്രയും പൈസയൊന്നും പോരടാ, അതിന് കുറേ പൈസയൊക്കെ വേണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ബിസിനസ് പറഞ്ഞിട്ടും ശ്രുതിയുടെ തലയിൽ കയറുന്നില്ല. ശ്രുതി അതെല്ലാത്തിനും മുടക്ക് പറയുകയാണ്. അപ്പോൾ
ഏതായാലും നമുക്ക് ആലോചിക്കാം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് കലി വരികയാണ്. സച്ചിയാണെങ്കിൽ ഒരു കുപ്പി എടുത്തിട്ട് ഇത് ഞാനുണ്ടല്ലോ എന്താ സച്ചിയുടെ കുടിക്കാൻ പോവാണ്. ഞാൻ കുടിക്കാൻ പോവല്ല, ഇവൻ്റെ തലയിലടിച്ച് ഞാൻ പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് സുധി പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കാനും താങ്ക് യു. സീൻ ബൈ.